അന്തിക്കടപ്പുറത്ത് കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. താരിത്തക്കിളി വന്നപ്പോ കളി മാറി. താരിത്തക്കിളി നാക്കിളി മുക്കിളി താരിത്തക്കിളി നാക്കിളി മുക്കിളി തൊട്ട് കളിക്കണ കടലും കുട്ടികൾ അക്കര മുത്തു കണക്കൊരു കൊച്ചുകിടാത്തനുദിച്ചു വരുന്നത് കണ്ട് മലർപ്പൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പിളായി വിളിക്കേ പറയ ചണ്ടകൾ അലത്തരികിട മേളമടിച്ചു മുഴക്കും നേരം ജാഗര വന്നു കണക്ക് മണപ്പുറം ആകത്തരികിടത്ത് മൃതത്തൈ ഞാനും കേട്ടേ ഞാനും കണ്ടേ അവനവനെന്ന് കിളമ്പിയ നേരത്തെ വെള്ളം കുറച്ചുകൂടെ പേടിച്ചല്ലേ. അവിടെ വന്നപ്പോ കൈന്ന് മുരളിച്ചേട്ടൻ പറഞ്ഞു, എനിക്ക് തോന്നില്ല ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. പുള്ളി ശരിക്കും കിളി പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ഇരിക്കുക, ഞാൻ എങ്ങനെ ചേട്ടാ ഇത് എന്താണ് ചെയ്യാൻ, മാറി മാറി പാടുന്നു, നമ്മൾ രണ്ടും പാടണ്ടാണോ? അപ്പൊ കരീമിനെ വിളിച്ചു, ഇതാരൊക്കെ പാടും? ഈ മുരളി നീ കൂടെ പാടുന്നതാണ്, ഇതെപ്പോ എടുക്കുന്നത്? നാളെ എടുക്കണ്ടത്. ഇതെങ്ങനെ ചേട്ടാ വരികളൊന്നും ഓർത്തിരിക്കണ്ടേ? അയ്യോ, ഭരതേട്ടനാണെങ്കിൽ ചുമ്മാ ഈ കട്ട് ഷോട്ട് പോലത്തെ പരിപാടിയൊന്നുമില്ല. താരിത്തക്കിളി അങ്ങനെയൊന്നും എടുക്കുന്നത് ആ പരിപാടി. താരിത്തക്കിളി നാക്കിളി മുക്കിളി ചൊട്ട് കളിക്കണ കടലും കുട്ടികൾ അക്കരെ മുത്ത് കണക്കൊരു കൊച്ചുകൂടെ അതിന് ഉദിച്ചു വരുന്നത് കണ്ട് മലർപ്പൊടി തട്ടി കലവില കൂട്ടുന്ന താളത്തുമ്പിളായി പറയച്ചണ്ട കളറെടുത്തിട്ട് മേളമടിച്ചു മുഴക്കും നേരം ജാഗര വന്ന് കണക്കമണപ്പുറം ആകെ തരികിടത്തി മൃതത്തെ ഒറ്റ ഷോട്ട്. എല്ലാ രക്ഷയുണ്ടോ? ഭരതേട്ടനാണ് റൗണ്ട് റോളി വെച്ചിരിക്കുക. ഞാൻ എങ്ങനെയൊക്കെ തലേദിവസം പഠിച്ചു എടുത്തു. ആദ്യം മുരളിച്ചേട്ടൻ്റെ ലൈൻ എടുത്ത് താരിത്തക്കിളി നക്കിളി മുക്കിളി തൊട്ട് കളിക്കണ. അപ്പൊ മുരളിച്ചേട്ടൻ ചെറിയൊരു ഏകദേശം ഈ ചുണ്ടിന് ഇച്ചിരി താഴെയുള്ള മീശയാണ്. എന്റെ പൊടി മീശ നമ്മളൊക്കെ പോലെ ചുണ്ട് ശരി ലിപ് മൂവ്മെന്റ് എല്ലാം കാണാം. മുരളിച്ചേട്ടന് ഒരക്ഷരം ലിപ്പ് കൊടുക്കുന്നില്ല, അഡ്ജസ്റ്റ് ചെയ്തിട്ട് പാവത്തിന് പുള്ളി പഠിച്ചിട്ടില്ല, ശരിക്കും പുള്ളി കിട്ടുന്നുമില്ല. ഭരതേട്ടൻ ഇത് മനസ്സിലായി. കണ്ടോണ്ടിരിക്കും. എടാ കരീമേ, മുരളി അത് പാടുന്നില്ലല്ലോ, അവനോട് പാടാൻ പറ. കരീമൻ പോയി പറഞ്ഞു അത് പാടണമെന്ന്. ഞാൻ മാക്സിമം മാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കാതെ മാച്ച് ചെയ്യുന്നുണ്ട്. ഭരതേട്ടൻ മനസ്സിലായി ഇത് മാച്ചിങ്ങും ഇല്ല, ഒന്നുമില്ല, ആ വരികളൊന്നും ക്ലിയർ അല്ല. അപ്പം ഭരതേട്ടൻ വീണ്ടും ആ മേക്കപ്പ്മാൻ എവിടെയാടാ, അവനിങ്ങ് വരാൻ പറ. മേക്കപ്പ്മാൻ നീയേ ആ മുരളിയുടെ മീശയില്ലേ അത് ഇച്ചിരൂടെ ഒരു 2 ഇഞ്ചൂടെ താവട്ടിറക്കി വെച്ചു. ഫുള്ള് കവർ. അപ്പൊ പിന്നെ ലിപ് മൂവ്മെന്റ് പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല. ഞാനിതെല്ലാം പേടിച്ചിരുന്നത് കൊണ്ട് അടുത്ത കൂഴ എന്റെയാണ്. എന്താവും, എനിക്കാണെങ്കിൽ ചെറിയ മീശയാണ്. അങ്ങനെ മുരളിച്ചേട്ടൻ 1.5 ഇഞ്ചൂടെ താവട്ട് മീശ ഇറക്കി വെച്ച് അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇങ്ങനെ മുരളിച്ചേട്ടൻ രക്ഷപ്പെട്ടു. അടുത്ത എന്റെ ഊഴം റൗണ്ട് റോൾ ഇട്ടിരിക്കുന്നു. എനിക്കാണ് കുഞ്ഞു മീശ. ചേട്ടാ എന്തോ ദൈവാനുഗ്രഹം ചേട്ടാ, അച്ഛന്റെ മകനൊക്കെ ആയതുകൊണ്ട് ഞാനത് എങ്ങനെയോ പാടി ഒപ്പിച്ചു. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ചേട്ടാ ചേട്ടന്റെ ഈ ഭയാനക പാട്ട് ഞങ്ങൾ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഭരതേട്ടന്റെ ഐഡിയ. 1.5 ഇഞ്ച് മീശ അങ്ങ് താത്തി കവർ ചെയ്ത് മുരളിച്ചേട്ടനെ മൊത്തം കവർ ചെയ്ത് അതിന്റെ അകത്തൂടെ ഇനിയിപ്പോ ഒരു കിളി ഇരുകിളി നക്കിളി മൂക്കിളി പാടിയാലും എന്ത് വേണേ പാടാം, ഏത് പാട്ടും അതിന്റെ പടകാളിയും പാടാം. പടകാളി പാടിയാലും അതിനകത്ത് മാച്ചിങ്ങാ. തുറകളിൽ ഇന്നൊരു തുടിക്കുടി വേളത്തായം പയുടെ ചെമ്പട മുറുകി കന്നാലികളുടെ കാലിത്തട്ടകൾ ഇടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലൊരപ്പൊത്തിക്കരുതല്ലത് പറയട് വടമട് മൊഴികളിൽ അലയുടെ തകലടി മുറുകി തണ്ടട് വലയട് പറയട് വടമട് മൊഴികളിൽ അലയുടെ തകലടി മുറുകി തരികിടതി മൃതത്തൈ താകിടതി മൃതത്തൈ ഹിമികിടതി മൃതത്തൈ.